Anywhere you go, anywhere you go, you belong. ഫജർ നഗ്രോ സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് പെരംബുവാൻ പെമ്പാവ സിയാൽ, അതായത് ദ ക്വീൻ ഓഫ് വിച്ച് ക്രാഫ്റ്റ്, അതായത് ആഭിചാരക്രിയകളുടെ രാജ്ഞി. ഈ ചിത്രം കീറിമുറിച്ചാൽ ഒരു മനുഷ്യൻ തൻ്റെ മകൾ പുട്ടിയെ അയാളുടെ പുതിയ ഭാര്യയ്ക്കും അവളുടെ മകൾ മിറയ്ക്കും പരിചയപ്പെടുത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഇന്ന് മിറയുടെ വിവാഹ ദിനമാണ്. വിവാഹ സൽക്കാരത്തിനായി മിറയെ അണിയിച്ചൊരുക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റായ വാർസോയാണ്. അല്പസമയത്തിന് ശേഷം വരനായ ആരിയോ പരമ്പരാഗതമായ മുട്ട ചവിട്ടുന്ന ചടങ്ങ് നടത്താൻ തയ്യാറെടുക്കുന്നു. നവദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കുമെന്ന വിശ്വാസമുള്ള ഒരു ആചാരമാണ്. എന്നാൽ ആരിയോയുടെ കാൽ മുട്ടയിൽ പതിഞ്ഞ് അത് പൊട്ടിയ നിമിഷം തന്നെ സന്തോഷം നിറഞ്ഞിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് ഭയവും അസ്വസ്ഥതയും നിറഞ്ഞ ഒന്നായി മാറുന്നു. മുട്ട പൊട്ടിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ നല്ല മഞ്ഞക്കരുവല്ല പുറത്തു വന്നത്, പകരം അഴുകിപ്പോയ ഒരു മുട്ടയായിരുന്നു അത്. അതിൽ നിന്നുയർന്ന അസഹ്യമായ ദുർഗന്ധം നിമിഷങ്ങൾക്കുള്ളിൽ അവിടെയുണ്ടായിരുന്ന എല്ലാവരിലേക്കും പടർന്നു. തുടർന്ന് ആചാരപ്രകാരം മിറ ആരിയോയുടെ കാൽ കഴുകിയ കൊടുക്കുമ്പോൾ ഈ സംഭവം ഒരു ദുശകുനമാണോ എന്ന ആശങ്ക അവൻ്റെ അമ്മയുടെ മനസ്സിൽ നിറയുന്നു. എന്നാൽ അച്ഛൻ അതൊന്നും വിശ്വസിക്കാതെ അബദ്ധത്തിൽ ആരോ കേടായ ഒരു മുട്ട വാങ്ങിയതായിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വിചിത്ര സംഭവം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ഭീകര സംഭവങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. അതിനിടെ വിവാഹത്തിന് എത്തിയ ഒരു അതിഥി ആരിയോയും മിറയും ആദ്യമായി എവിടെയാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അതിന് ആരിയോയുടെ സ്വന്തം ബന്ധുവിന് പോലും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. ആര്യയും മിറയും ആദ്യമായി കണ്ടുമുട്ടിയത് ആര്യ ഒരു വിദൂര ഗ്രാമത്തിൽ സർവേയർ ആയി ജോലി ചെയ്തിരുന്ന സമയത്തായിരിക്കുമെന്ന് എല്ലാവരും കരുതുന്നത്. അങ്ങനെ അന്നത്തെ കാര്യങ്ങളോട് കൂടി അവരുടെ ആദ്യ രാത്രി നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ സർവേ ജോലിക്കിടെ ആര്യോ ഒരു വയോധിക ദമ്പതികളെ കണ്ടുമുട്ടുന്നു. അവരുടെ മകൻ ജക്കാർത്തയിലേക്ക് താമസം മാറിയതിനാൽ ഇരുവരും മാത്രമാണ് ആ വീട്ടിൽ കഴിയുന്നത്. സംസാരത്തിനിടെ തൻ്റെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടാറുണ്ടെന്നും അതുകൊണ്ട് ചിലപ്പോൾ അറിയാതെ എവിടെയെങ്കിലും നടന്നു പോകുന്ന പതിവുണ്ടെന്നും ആ വയോധികൻ ആര്യയോട് പറയുന്നു. അതിനുശേഷം ആ വയോധികൻ വിവാഹം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലേ, ഇത്ര പെട്ടെന്ന് വീണ്ടും ജോലിക്ക് ഇറങ്ങിയോ എന്ന് ആര്യയോട് ചോദിക്കുന്നു. അതിന് ആര്യോ ചെറുപുഞ്ചിരിയോടെ ഈ മാസത്തെ ബോണസ് കിട്ടണമെങ്കിൽ സർവേയുടെ ടാർഗറ്റ് പൂർത്തിയാക്കണം, അതുകൊണ്ട് ഒരു ദിവസവും വെറുതെ കളയാൻ പറ്റില്ല എന്ന് മറുപടി നൽകുന്നു. പക്ഷെ സംസാരത്തിനിടെ തൊട്ടുമുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആ വയോധിക സ്ത്രീ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയതായി ആര്യോ ശ്രദ്ധിക്കുന്നു. അതേസമയം വീട്ടിലിരുന്ന മിറ കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ തോളിൽ പ്രേതത്തിൻ്റെ കൈവച്ച പോലെ പ്രതിബിംബം കാണുന്നു. ഞെട്ടിപ്പോയ അവൾ ഉടൻ തന്നെ തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അവളുടെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആര്യോ മറ്റൊരു വീട്ടിൽ സർവേ തുടരുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന പഴയ റേഡിയോ പെട്ടെന്ന് സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. റേഡിയോയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. അത് ഒന്ന് അടിച്ചാൽ ശരിയാകും എന്നൊരു വോയിസ്. എന്നാൽ ആര്യോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ദുരൂഹ സ്ത്രീ മുന്നോട്ട് വന്ന് റേഡിയോയിൽ ഒന്ന് തട്ടുന്നു. തുടർന്ന് അവൾ എൻ്റെ പേര് ലാസ്മി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അതേസമയം വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്ന മിറ വീടിന് പുറത്തുനിന്ന് ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നതായി ശ്രദ്ധിക്കുന്നു. ആളെ തിരിച്ചറിയാൻ കഴിയാതെ മിറ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്നു. അതിന് അയാൾ ശാന്തമായി വൈദ്യുതി മീറ്റർ പരിശോധിക്കാനാണ് വന്നത് എന്ന് മറുപടി പറയുന്നു. അതേസമയം ലാസ്മി ആര്യയോട് ഈ അടുത്തിടെയാണോ വിവാഹം കഴിഞ്ഞത് എന്ന് ചോദിക്കുന്നു. ആര്യോ അതെ എന്നും പറഞ്ഞതോടെ അവൾ ചെറുപുഞ്ചിരിയോടെ ഞാനും നിന്റെ ഭാര്യയും ആരാണ് കൂടുതൽ സുന്ദരി എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ എൻ്റെ ഭാര്യയാണ് കൂടുതൽ സുന്ദരി എന്ന് ആര്യ മറുപടി നൽകുന്നു. എന്നാൽ അതേസമയം നിശബ്ദമായിരുന്ന റേഡിയോ വീണ്ടും സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ലാസ്മി വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നു. എന്നാൽ ഇത്തവണ അവളുടെ യഥാർത്ഥ ഭീകരരൂപം പതിയെ വെളിപ്പെടുന്നു. അതൊരു പ്രേതം ആയിരുന്നു. അത് കണ്ട ആര്യ ഭയന്ന് ജീവനും കൊണ്ട് വീടിന് പുറത്തേക്ക് ഓടുന്നു. അതേസമയം മിറയും നേരത്തെ കണ്ട അതേ മനുഷ്യൻ വീടിന് ചുറ്റും
വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നതായി ശ്രദ്ധിക്കുന്നു. ഇക്കുറി അവൾ ധൈര്യമായി പുറത്തേക്ക് ഇറങ്ങി എന്തിനാണ് ഇങ്ങനെ വീടിന് ചുറ്റും നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷേ മറുപടി പറയുന്നതിന് പകരം അയാൾ പെട്ടെന്ന് ഭയാനകമായ ഒരു പൈശാചിക രൂപത്തിലേക്ക് മാറുന്നു. അടുത്ത നിമിഷം തന്നെ യാതൊരു അടയാളവും ബാക്കി വെക്കാതെ അപ്രത്യക്ഷനാകുന്നു. മിറ ഉടൻ തന്നെ ആര്യയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെടുന്നു. പെട്ടെന്ന് വീടിന് പുറത്തുനിന്ന് കുതിരകൾ പാഞ്ഞു വരുന്നത് പോലുള്ള ശബ്ദം മുഴങ്ങി തുടങ്ങുന്നു. ആകാംക്ഷയോടെ മിറ ജനാലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പ്രേതരൂപത്തെ കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. അടുത്ത നിമിഷം തന്നെ അവളുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങുന്നു. കാണാനാവാത്ത ഏതോ ദുരൂഹ ശക്തി അവളുടെ ശരീരം പതിയെ നിയന്ത്രണത്തിലാക്കുന്നത് പോലെ തോന്നുന്നു. അതേസമയം മിറയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു അറിവുമില്ലാതെ ആരിയോ വഴിയരികിലെ ഒരു ചെറിയ ഭക്ഷണശാലയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ അവൻ്റെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല. പെട്ടെന്ന് ആ കട മുഴുവൻ വിചിത്രമായ ശബ്ദങ്ങൾ നിറയുന്നു. ശബ്ദത്തിൻ്റെ ഉറവിടം തേടി ആരിയോ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഭീകരമായ ഒരു പ്രേതം ഉയർന്നു വരുന്നു. അത് കണ്ടു ഭയന്ന ആരിയോ ഉടൻ തന്നെ കടയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. പക്ഷെ പുറത്തെത്തിയപ്പോൾ റോഡിൻ്റെ നടുവിൽ അതേ പ്രേത സ്ത്രീ വിചിത്രമായി നൃത്തം ചെയ്തുകൊണ്ട് വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നു. ഞാനാണോ സുന്ദരി അതോ നിന്റെ ഭാര്യയാണോ? പരിഭ്രാന്തനായി ആര്യോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത്രയും നേരം തന്നെ പിന്തുടർന്നിരുന്ന കുതിരവണ്ടി തൻ്റെ തൊട്ടു പിന്നിൽ എത്തിയിരിക്കുന്നതായി അവൻ മനസ്സിലാക്കുന്നത്. ആര്യോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ നിമിഷം ആ ലാസ്മി എന്ന പ്രേത സ്ത്രീ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ അവൻ്റെ കഴുത്ത് മുറിച്ച് കീറുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആര്യോ തൽക്ഷണം മരണത്തിന് കീഴടങ്ങുന്നു. അതിനുശേഷം ആ പ്രേത സ്ത്രീ ശാന്തമായി കുതിരവണ്ടിയിൽ കയറി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷയാകുന്നു. പിറ്റേന്ന് ആര്യയുടെ സംസ്കാര ചടങ്ങിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്നു. എന്നാൽ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനു പകരം അവർ മിറയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ബാഹു ലവയൻ എന്ന ശാപം മിറയെ പിന്തുടരുന്നുണ്ടെന്നും ആ ശാപമുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുന്ന ഏത് പുരുഷനും ഒടുവിൽ മരണം നേരിടുമെന്നാണ് അവർ പറയുന്നത്. ആര്യയുടെ മൃതദേഹത്തിനരികിൽ നിൽക്കുമ്പോൾ മിറയുടെ കണ്ണിൽ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച പതിയുന്നു. എന്നാൽ അവൾക്ക് എന്തെങ്കിലും പറയാൻ പോലും കഴിയുന്നതിന് മുൻപ് ആര്യയുടെ അമ്മ ദേഷ്യത്തോടെ അവളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിക്കുന്നു. കുടുംബത്തിൽ ഈ ദുരന്തങ്ങളെല്ലാം കൊണ്ടുവന്നത് മിറയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അവളെ ആട്ടിയിറക്കുന്നത്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നു പോകുന്നു. തുടർന്ന് കഥ ഒരു വിഗ് നിർമ്മാണ ഫാക്ടറിയിലേക്ക് മാറുന്നു. അവിടെ എൻഡാങ് എന്ന സ്ത്രീ പുതുതായി ജോലിക്കെത്തിയ ഒരു ജീവനക്കാരിയെ ഫാക്ടറിയിലെ ഓരോ സെക്ഷനും കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താൻ തുടങ്ങുന്നു. എൻഡാങ് ആദ്യം ഫാക്ടറിയുടെ ഉടമയായ ആഗസിനെ പരിചയപ്പെടുത്തുന്നു. ഇപ്പോഴും വിവാഹം കഴിക്കാത്ത അദ്ദേഹം നല്ലൊരു ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണെന്നും അവൾ പറയുന്നു. അതിനുശേഷം അവൾ സെന്യോറയെ ചൂണ്ടിക്കാട്ടി അവനൊരു കോയിയാണ്. ഫാക്ടറിയിലെ സ്ത്രീ തൊഴിലാളികളോട് ഇടയ്ക്കിടെ കോയിത്തരം കാണിക്കുന്ന സ്വഭാവമുണ്ടെന്ന് പറഞ്ഞ് പുതിയ ജീവനക്കാരിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സംസാരത്തിനിടെ ഈ ഫാക്ടറി ഇല്ലായിരുന്നെങ്കിൽ സമീപത്തെ പല ഗ്രാമങ്ങളിലെയും ആളുകളുടെ ഉപജീവനം തന്നെ പ്രതിസന്ധിയിലാകുമായിരുന്നുവെന്നും എൻഡാങ് കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം പുതിയ ജീവനക്കാരിയോട് ഇരുന്ന് വിഗിനായി മുടി ഘടിപ്പിക്കുന്ന ജോലി പഠിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. എന്നാൽ പരിശീലനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ പുതിയ ജീവനക്കാരി മിറയെ കാണുന്നു. ഉടൻ തന്നെ അവൾ മിറയെ ചൂണ്ടിക്കാട്ടി ഇവൾ ദൗർഭാഗ്യം കൊണ്ടുവരുന്ന പെണ്ണാണ്, ഇവൾ കാരണമാണ് ആളുകൾ മരിക്കുന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അടുത്ത നിമിഷം തന്നെ അവൾ ഭയന്ന് അലറാൻ തുടങ്ങുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെയുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളും അതേപോലെ അലറി വിളിക്കാൻ തുടങ്ങുന്നു. കാണാനാകാത്ത ഏതോ ദുരൂഹ ശക്തി അവരെ പിടികൂടിയതുപോലെ എല്ലാവരും ഭീതിയിലാവുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഭയം ഫാക്ടറി മുഴുവൻ പടരുന്നു. പരിഭ്രാന്തരായ തൊഴിലാളികൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആഗസ് ഫാക്ടറിയിലെത്തുകയും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻഡാങ്ങിന് പറയാനുണ്ടായിരുന്നത് ഒരു കാര്യം മാത്രം, ഇവിടെ എന്തോ ഭയാനകമായ സംഭവം നടക്കുന്നു എന്ന്. പിന്നീട് ആഗസും മിറയും വഴിയരികിലെ ഒരു ചെറിയ ഭക്ഷണശാലയിൽ എത്തുന്നു. അവിടെ വെച്ച് മിറയുടെ കണ്ണുകൾ ആകസ്മികമായി ബോണ എന്ന യുവാവിൻ്റെ കണ്ണുകളുമായി ഇടകലരുന്നു. ഇരുവരും എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആഗസ് സംഭാഷണം മുറിച്ചുകൊണ്ട് ഇരുവർക്കുമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. മിറ മനസ്സിൽ ഒരു ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും പറയുന്നത് പോലെ ശരിക്കും എനിക്ക് ശാപമുണ്ടെങ്കിലോ എന്ന്. അവളുടെ മനസ്സിലെ ആശങ്ക മനസ്സിലാക്കിയ ആഗസ് ആ അഭ്യൂഹങ്ങളൊന്നും വിശ്വസിക്കേണ്ടതില്ലെന്ന് പറയുന്നു. ഞാൻ കേൾക്കുന്ന എല്ലാ അഭ്യൂഹങ്ങളും വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്നുവരെ ഈ ഫാക്ടറി നടത്താൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്ത് മനസ്സ് ശാന്തമാക്കാൻ ഉപദേശിക്കുന്നു.
ശമ്പളത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അവധിക്കാലത്തും അവൾക്ക് ശമ്പളം ലഭിക്കുമെന്നും ഉറപ്പു നൽകുന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആഗസ് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം തുറന്നു പറയുന്നു. വർഷങ്ങളായി ഇരുവരും പരസ്പരം അറിയാമെന്നും വിധി തങ്ങളെ ഒന്നിപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അവൻ പറയുന്നു. ആഗസ് ജീവിതകാലം മുഴുവൻ മിറയെ സംരക്ഷിക്കുമെന്നും അവളുടെ കൂടെ സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുമെന്നും വാക്ക് നൽകുന്നു. എന്നാൽ മിറ ഒന്നും മറുപടി പറയാതെ നിശബ്ദമായി എല്ലാം കേട്ടു നിൽക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം മിറ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജനാലയ്ക്ക് പുറത്തുകൂടി ഒരു നിഴൽ കടന്നു പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ആരാവിടെ എന്ന് അവൾ വിളിച്ചു ചോദിക്കുന്നു. പക്ഷേ മറുപടിക്ക് പകരം വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. വാതിൽ തുറന്നപ്പോൾ പൊതിച്ചോറുമായി ഒരാൾ പുറത്തു നിൽക്കുകയായിരുന്നു. മിറ ആ പൊതിച്ചോറ് വാങ്ങി അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് തുറക്കാൻ തുടങ്ങിയ നിമിഷം പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് ഭക്ഷണം ഇപ്പോഴും ചൂടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടത് മാത്രം മിറ ഞെട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കുന്നു. പുറത്തുനിന്ന് ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഫാക്ടറിയിലെ എല്ലാവരും വിശ്വസിക്കുന്നത് നീയാണ് ദൗർഭാഗ്യം കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഉടൻ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ വിളിച്ചു പറയുകയാണ്. പിറ്റേന്ന് രാവിലെ ഫാക്ടറിയിലെ തൊഴിലാളികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ മിറയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് സുന്നോട്ടോ അവിടേക്ക് എത്തുന്നത്. ആദ്യം എല്ലാവരോടും ജോലിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട ശേഷം തിരിഞ്ഞ് മിറയോട് നീ എന്തിനാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ഒരു തൊഴിലാളി സുന്നാട്ടോയെ തടഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് പോകരുത്, ഇല്ലെങ്കിൽ അടുത്തതായി മരിക്കുന്നത് നിങ്ങളായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അത് കേട്ട സുന്നാട്ടോ ദേഷ്യത്തോടെ സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് അവളെ ശാസിക്കുന്നു. അപ്പോഴേക്കും ആഗസും അവിടേക്ക് എത്തിച്ചേരുന്നു. മിറ ഇവിടെ തുടരുന്നിടത്തോളം ഫാക്ടറിയിലെ തൊഴിലാളികൾ ജോലി ചെയ്യില്ലെന്ന് ആഗസിനോട് സുന്നാട്ടോ വിശദീകരിക്കുന്നു. ഇത്രയും തൊഴിലാളികളെ ഒരുമിച്ച് നഷ്ടപ്പെടുത്താൻ ഫാക്ടറിക്ക് കഴിയില്ലെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആഗസ് ശാന്തമായി ഇത് ഞാൻ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും മിറയുടെ അടുത്തേക്ക് നടക്കുന്നു. മിറയുടെ മുന്നിലെത്തി വിവാഹത്തെക്കുറിച്ച് താൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആലോചിക്കണമെന്ന് അവൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതിനിടെ സുന്നാട്ടയും ഫാക്ടറിയിലെ കുറച്ച് തൊഴിലാളികളും ചേർന്ന് ബാനയുടെ ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ ഫാക്ടറിയിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടികളിൽ ഒരാളെ ആഗസ് വിവാഹം കഴിക്കുമെന്ന കാര്യം അവർ ചർച്ച ചെയ്യുന്നു. അപ്പോഴാണ് ഒരാൾ ആഗസിനെയും മിറയെയും കുറിച്ച് മോശമായ ഒരു തമാശ പറയുന്നത്. അത് കേട്ട സുന്നാട്ടോ ഉടൻ തന്നെ അവനെ ശാസിച്ചുകൊണ്ട് എല്ലാവരെയും മിണ്ടാതിരിക്കാൻ പറയുകയും പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരു ഉപഭോക്താവ് ഭക്ഷണത്തിൻ്റെ ബില്ല് ചോദിച്ച് ബാനയെ വിളിക്കുന്നു. ആളെ കണ്ടപ്പോൾ അയാൾ ഈ നാട്ടുകാരനല്ലെന്ന് ബാനയ്ക്ക് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ ഭാര്യയുടെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് താൻ ഈ നാട്ടിലെത്തിയത് എന്ന് പറയുന്നു. അടുത്തിടെയാണ് അവൾ വിഗ് ഫാക്ടറിയുടെ ഉടമയായ ആഗസിനെ വിവാഹം കഴിച്ചതെന്നും ആഗസ് തൻ്റെ സ്ഥിരം കസ്റ്റമറാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആഗസ് അതിശയത്തോടെ മിറയ്ക്കൊരു സഹോദരിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു. അതിന് മിറ വർഷങ്ങളായി താനും സഹോദരിയും അകന്നാണ് ജീവിക്കുന്നതെന്നും അന്നത്തെ വിവാഹത്തിൽ അവളെ കണ്ടപ്പോൾ താനും ശരിക്കും അത്ഭുതപ്പെട്ടുവെന്നും തുറന്നു പറയുന്നു. അവരുടെ ബന്ധം വീണ്ടും പഴയ പോലെ ആക്കാൻ ശ്രമിക്കണമെന്ന് ആഗസ് മിറയെ പ്രോത്സാഹിപ്പിക്കുന്നു. സഹോദരിയുടെ ഭർത്താവായ ബുഡി കമ്മ്യൂണിറ്റി ബാങ്കിൻ്റെ റീജിയണൽ ഹെഡാണെന്നും ഫാക്ടറിക്ക് വായ്പ ലഭിക്കാൻ അദ്ദേഹം പലപ്പോഴും സഹായിക്കാറുണ്ടെന്നും ആഗസ് പറയുന്നു. ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിറയുടെ കണ്ണുകൾ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഒരു കലണ്ടറിലേക്ക് പതിയുന്നു. ഒരു നിമിഷം അതിലെ ചിത്രത്തിനു പകരം ഭയാനകമായ ഒരു പൈശാചിക മുഖം തന്നെ തുറിച്ചു നോക്കുന്നതായി അവൾക്ക് തോന്നുന്നു. ഞെട്ടിപ്പോയ മിറയെ കണ്ട ആഗസ് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ആ വിഷയം ഒഴിവാക്കി അവിടെ നിന്ന് നടന്നു പോകുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മിറ പതിയെ ആഗസിനൊപ്പമുള്ള പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. അടുത്ത വീട്ടിലെ പച്ചക്കറി വിൽക്കുന്ന ഒരു ദയയുള്ള സ്ത്രീ മിറയെ വിവിധ വിഭവങ്ങൾ പാചകം ചെയ്യാൻ പഠിപ്പിക്കുന്നു. സംസാരത്തിനിടെ അവൾ ഒരു പ്രധാന കാര്യം മിറയെ ഓർമ്മിപ്പിക്കുന്നു. വിവാഹം എന്നത് പഴയ ജീവിതം മറന്ന് പുതിയൊരു തുടക്കം കുറിക്കലാണ് എന്ന് പറഞ്ഞ ശേഷം പിന്നീട് അവൾ മിറയോട് നീ ഏറ്റവും അടുത്തിരുന്ന ആരെയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം മിറയുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. ഒടുവിൽ വർഷങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന സ്വന്തം സഹോദരിയെ വീണ്ടും കാണാൻ പോകണമെന്ന് അവൾ തീരുമാനിക്കുന്നു. ഇരുവരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പൊട്ടിയുടെ മകൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നു. ഉടൻ തന്നെ പൊട്ടി തൻ്റെ ശ്രദ്ധ മകളിലേക്ക് തിരിക്കുന്നു. മിറ അവസാനമായി ഒരിക്കൽ കൂടി അവളുടെ ബന്ധം പഴയ പോലെ ആക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പൊട്ടി ആ സംഭാഷണം മനഃപൂർവ്വം ഒഴിവാക്കുന്നു. ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാതെ മിറ അവിടെ നിന്ന്
മടങ്ങിപ്പോകുന്നു. അന്ന് രാത്രി ആഗസ് വീട്ടിലേക്ക് കാർ ഓടിച്ചു പോകുന്നതിനിടെ മുന്നിൽ പോകുന്ന ഒരു കുതിരവണ്ടി വഴി വിട്ടുകൊടുക്കാതെ പോകുന്നത് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കുതിരവണ്ടി ഓടിച്ചിരുന്ന ആളിൻ്റെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീഴുന്നു. ആ കാഴ്ച കണ്ട ആഗസ് ഞെട്ടി ബ്രേക്ക് ചവിട്ടി കാർ നിർത്തുകയും ഉടൻ പുറത്തേക്ക് ചാടിയിറങ്ങുകയും ചെയ്യുന്നു. അതേസമയം ബാനയുടെ ഭക്ഷണശാലയിൽ നിന്ന് ആഗസിനുള്ള ഭക്ഷണം വാങ്ങുന്നതിനിടെ മിറയുടെ മൂക്കിൽ നിന്ന് പെട്ടെന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. അതേസമയം ആഗസ് തൻ്റെ കാറിൻ്റെ ഒരു ടയർ പഞ്ചറായതായി തിരിച്ചറിയുന്നു. അല്പദൂരത്ത് ലാസ്മിയുടെ പ്രേതം പതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ആഗസിന് അതിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. ഭക്ഷണശാലയിൽ തിരിച്ചെത്തിയ ബാന നിനക്ക് സുഖമാണോ എന്ന് മിറയോട് ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടി പറയുന്നതിന് പകരം മിറയുടെ പെരുമാറ്റം പെട്ടെന്ന് മാറി തുടങ്ങുന്നു. തന്നെ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ആഗസ് കാറിൻ്റെ ടയർ മാറ്റാനായി താഴെ വീണ ഒരു നട്ട് എടുക്കാൻ കുനിയുന്നു. എന്നാൽ അത് കയ്യിൽ നിന്ന് വഴുതി കാറിനടിയിലേക്ക് ഉരുണ്ടുപോകുന്നു. അത് എടുക്കാൻ ശ്രമിക്കുന്ന നിമിഷം തന്നെ ലാസ്മിയുടെ പ്രേതം പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. വീണ്ടും അവനെ തൻ്റെ ഭാഗത്തേക്ക് വലിച്ചിഴച്ച് കാറിൻ്റെ വശത്തേക്ക് അവൻ്റെ മുഖം അതിശക്തമായി ഇടിപ്പിക്കാൻ തുടങ്ങുന്നു. ആ ക്രൂരമായ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഗുരുതരമായി പരിക്കേറ്റ ആഗസ് അവിടെ വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങുന്നു. അതേസമയം അസ്വാഭാവികമായി പെരുമാറുന്ന മിറയെ ബാന സമീപത്തെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ തിരക്കിട്ട് പുറപ്പെടുന്നു. വഴിമധ്യേ വലിയൊരു ജനക്കൂട്ടം വളഞ്ഞു നിൽക്കുന്ന ഒരു കാറ് അവർ കാണുന്നു. എന്തോ വലിയ ദുരന്തം സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ ഇരുവരും ഉടൻ അവിടേക്ക് ഓടിച്ചെല്ലുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ കാറിന് സമീപം ജീവനറ്റ നിലയിൽ കിടക്കുന്ന ആഗസിൻ്റെ മൃതദേഹമാണ് അവരുടെ മുന്നിൽ കണ്ടത്. പിറ്റേന്ന് രാവിലെ ആഗസ് താമസിച്ചിരുന്ന വീട് ഫാക്ടറിയുടെ ഉടമസ്ഥതയിലുള്ളതായതിനാൽ അത് ഒഴിയേണ്ടി വരുന്നു. അങ്ങനെ മിറയ്ക്ക് താമസിക്കാൻ മറ്റൊരു ഇടവുമില്ലാതെയാകുന്നു. മിറയെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബാന അവളെ അന്വേഷിച്ച് പുറപ്പെടുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ എത്തുമ്പോഴേക്കും മിറ ആ ഗ്രാമം വിട്ടുപോയിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ മിറ വീണ്ടും ആര്യയുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. അവിടെ എത്തിയ ശേഷം ജോലി കണ്ടെത്താൻ സഹായിക്കണമെന്ന് അവൾ ഒരു നാട്ടുകാരനോട് അഭ്യർത്ഥിക്കുന്നു. ആ മനുഷ്യൻ മിറയോട് വിദേശത്തേക്ക് തൊഴിലാളിയായി പോകാൻ നിർദ്ദേശിക്കുന്നു. അതിനു വേണ്ട എല്ലാ ചെലവുകളും താൻ വഹിക്കുമെന്നും പറയുന്നു. പക്ഷേ അതിന് ഒരു നിബന്ധനയുണ്ട്. ഒരു രാത്രി അവനൊപ്പം ഡിങ്കോൾഫിക്ക് ചെലവഴിക്കണം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ഗ്രാമത്തിൽ നിന്ന് ബീഫ് വാങ്ങുന്നതിനിടെ ആര്യയുടെ അമ്മ മിറയോട് ദേഷ്യത്തോടെ കയർത്ത് സംസാരിക്കുന്നത് ബാന കാണുന്നു. അവൻ ഉടൻ തന്നെ അവിടേക്ക് ഓടിച്ചെന്ന് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആര്യയുടെ മരണത്തിന് കാരണക്കാരി മിറയാണെന്ന് അവൾ കുറ്റപ്പെടുത്തുന്നു. അതുമാത്രമല്ല, നീയും ഇവളുടെ കൂടെ നിന്നാൽ നിനക്കും എൻ്റെ മകൻ്റെ ഗതി തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ബാനയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പിന്നീട് ഇരുവരും വീണ്ടും ഭക്ഷണശാലയിലെത്തിയപ്പോൾ മിറ ബാനയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ശാപത്തെ നിനക്ക് പേടിയില്ലേ? അതിന് ബാന ശാന്തമായി, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ സുരക്ഷിതയാണ്, ഒന്നും പേടിക്കണ്ട എന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ബാന മിറയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരിക്കൽ സ്വന്തം അമ്മയ്ക്കായി ഒരുക്കി വെച്ചിരുന്ന മുറിയാണ് അവൾക്ക് താമസിക്കാൻ നൽകുന്നത്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ എന്നോട് പറയണം എന്ന് പറഞ്ഞ് അവളെ കഴിയുന്നത്ര സുഖകരമായി താമസിപ്പിക്കാൻ ബാന ശ്രമിക്കുന്നു. അവൻ്റെ നന്മയിൽ സ്പർശിക്കപ്പെട്ട മിറ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. അതിന് ബാന ലളിതമായി മറുപടി നൽകുന്നു. ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ മിറയെ വീണ്ടും ആര്യയുടെയും ആഗസിൻ്റെയും പ്രേതങ്ങൾ വേട്ടയാടുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കു ശേഷം അത് മറ്റൊരു പേടി സ്വപ്നം മാത്രമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിയുന്നു. തുടർന്ന് അവൾ തൻ്റെ മനസ്സിലെ ഭയം ബാനയോട് തുറന്നു പറയുന്നു. മരിച്ചുപോയ തൻ്റെ 2 ഭർത്താക്കന്മാരുടെയും പ്രേതങ്ങൾ തന്നെ വിട്ടുപോകുന്നതേയില്ലെന്നും എപ്പോഴും തന്നെ പിന്തുടരുന്നത് പോലെ തോന്നുന്നുവെന്നും അവൾ പറയുന്നു. അത് കേട്ട് ബാന ഖുറാൻ ആഭിചാരവും ദുരാത്മാക്കളെ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തികളും അംഗീകരിക്കുന്നില്ലെങ്കിലും മന്ത്രവാദം എന്നൊന്നിൻ്റെ അസ്തിത്വം ഉണ്ടെന്ന് അതിൽ പരാമർശിക്കുന്നുണ്ടെന്ന് അവളോട് വിശദീകരിക്കുന്നു. തുടർന്ന് ബാന തൻ്റെ ജീവിതത്തിലെ വേദനയും മിറയോട് തുറന്നു പറയുന്നു. ഒരു കാലത്ത് ജോലി തേടി ജാവയിലേക്ക് പോയതായും അമ്മയുടെ പ്രശസ്തമായ റെൻഡാങ് വിഭാഗത്തിൻ്റെ രഹസ്യക്കൂട്ടും കൂടെ കൊണ്ടുപോയതായും അദ്ദേഹം പറയുന്നു. ആ റെസിപ്പി ഉപയോഗിച്ച് തുടങ്ങിയ ചെറിയ സംരംഭം പിന്നീട് വലിയ വിജയമായി മാറി. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. അമ്മ ഗുരുതരമായി രോഗബാധിതയായിരുന്നു. മകനെ വർഷങ്ങളോളം കാണാനാകാത്തതിൻ്റെ വേദന ഒടുവിൽ അവരുടെ ജീവൻ തന്നെ കവർന്നെടുത്തു. അന്നു മുതൽ ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി തൻ്റെ ജീവിതത്തെ തകർത്തുവെന്ന് ബാന പറയുന്നു. ഇന്നും ഓരോ തവണ റെൻഡാങ് പാചകം ചെയ്യുമ്പോഴും അത് അമ്മയെയും സ്വന്തം നാടിനെയും ഓർമ്മിപ്പിക്കാറുണ്ടെന്നും
അതിലൂടെ തൻ്റെ കഴിഞ്ഞ കാലവുമായി സമാധാനം കണ്ടെത്താൻ തനിക്ക് കഴിയാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് മിറ ചോദിച്ചപ്പോൾ ബാന ഒരു നിമിഷം ആലോചിച്ച ശേഷം പറയുന്നു, നിന്റെ ജീവിതം എന്നേക്കുമായി മാറിമറഞ്ഞ ദിവസം മുതൽ എല്ലാം ഓർത്തു നോക്ക്. ആ വാക്കുകൾ മിറയെ നേരെ തൻ്റെ വിവാഹ ദിനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അന്ന് വിവാഹത്തിനായി മിറയെ അണിയിച്ചൊരുക്കുകയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റായ വാർസോ. സത്യാവസ്ഥ അറിയാൻ മിറ പിന്നീട് വാർസോയെ നേരിൽ കാണാൻ പോകുന്നു. അപ്പോഴാണ് വാർസോ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് പുട്ടി തൻ്റെ സഹോദരിയായ മിറയുടെ ജീവിതം നശിക്കണമെന്ന ആഗ്രഹത്തോടെ വാർസോയെ സമീപിച്ചിരുന്നുവത്രേ. മിറയുടെ പേര് ഒരു കടലാസിൽ എഴുതാൻ വാർസോ പുട്ടിയോട് ആവശ്യപ്പെട്ടു. അധികം വൈകാതെ തന്നെ വിവാഹ മേക്കപ്പിനായി മിറ തൻ്റെ അടുത്തെത്തുമെന്നും അവൾ പറഞ്ഞു. പുട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം വാർസോ ഒരു ദുരൂഹമായ ആഭിചാര മന്ത്രച്ചടങ്ങ് നടത്തുന്നു. മിറയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ പുരുഷനും ദാരുണമായ മരണം ഏറ്റുവാങ്ങണമെന്ന പ്രാർത്ഥനയോടെയാണ് അവൾ ആ ചടങ്ങ് നടത്തിയത്. ശേഷം മിറയുടെ വിവാഹ ദിനത്തിൽ അവളെ അണിയിച്ചൊരുക്കുന്നതിനിടെ ആരും അറിയാതെ ആ ശാപം മിറയുടെ മേൽ ചാർത്തിയതായും വാർസോ സമ്മതിക്കുന്നു. അന്നു മുതൽ മിറയുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പ്രേതബാധകളും ദുരന്തങ്ങളും മരണങ്ങളും ആ ശാപത്തിന്റെ ഫലമായിരുന്നുവെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ പിറ്റേന്ന് സുന്യാട്ടോ മിറയെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയും തുടർന്ന് അവളെ ലൈംഗികമായി ആക്രമിക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ണീരോടെ തകർന്ന മനസ്സോടെ കഴിയുകയായിരുന്ന മിറ പെട്ടെന്ന് ആരോ തൻ്റെ പേര് വിളിക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടുന്നു. മിറ പതുക്കെ തല ഉയർത്തി നോക്കിയ നിമിഷം തൻ്റെ മുന്നിൽ ആര്യോയുടെയും ആഗസിൻ്റെയും പ്രേതങ്ങൾ തുറച്ചു നോക്കുന്നത് കണ്ട് അവൾ ഭയന്ന് വിറച്ചു പോകുന്നു. അതേസമയം സുന്യാട്ടോ വീട്ടിലെത്തുമ്പോൾ ഭാര്യ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ ശരീരം അസ്വാഭാവികമായി വളയാൻ തുടങ്ങുന്നു. പരിഭ്രാന്തനായ സുന്യാട്ടോ മുൻവാതിലിനടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ഒരു ഭീകര പ്രേതം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് അവൻ്റെ കഴുത്തിൽ പിടിച്ച് വായുവിലേക്ക് ഉയർത്തുകയും വീണ്ടും വീണ്ടും മുഖത്ത് ആഴത്തിൽ വെട്ടിക്കീറുകയും ചെയ്യുന്നു. ശേഷം അവനെ മുറിയുടെ മറുവശത്തേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരമായി ആക്രമണം തുടരുന്നു. ഒടുവിൽ സുന്യാട്ടോ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതേസമയം ബാന മിറയുടെ മുറിയിലെത്തുമ്പോൾ മൂക്കിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലയിൽ അവൾ ബോധരഹിതയായി കിടക്കുന്നത് കാണുന്നു. പിറ്റേ ദിവസം രാവിലെ മിറ എഴുതിവെച്ച ഒരു കത്ത് ബാനയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ അവിടെ നിന്ന് പോയതിനാൽ അവൾ ആദ്യം ക്ഷമ ചോദിക്കുന്നു. ബാന തൻ്റെ ജീവിതത്തിൽ കാണിച്ച സ്നേഹത്തിനും കരുതലിനും അവൾ നന്ദി അറിയിക്കുന്നു. ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ പഴയ പാപങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട സമയം വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവൾ എഴുതിയത്. സ്വന്തം കാരണത്താൽ ബാനയ്ക്കും മരണം സംഭവിക്കാൻ തനിക്ക് അനുവദിക്കാനാകില്ലെന്നും അവൾ പറയുന്നു. കത്തിൻ്റെ അവസാനം ഒരു നിമിഷത്തേക്കെങ്കിലും ബാനയോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം സ്വപ്നം കണ്ടിരുന്നുവെന്ന് അവൾ തുറന്നു പറയുന്നു. അതിനുശേഷം മിറ മാതാപിതാക്കളോടും സഹോദരി പുട്ടിയോടും ഒപ്പം വളർന്ന സ്വന്തം പഴയ വീട്ടിലേക്ക് മടങ്ങുന്നു. ആ വീട്ടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചതു മാത്രം ബാല്യകാല ഓർമ്മകൾ ഒന്നൊന്നായി മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നു. കുട്ടിക്കാലത്ത് താൻ പുട്ടിയെ എത്രത്തോളം ഉപദ്രവിച്ചിരുന്നുവെന്ന് അവൾ ഓർക്കുന്നു. അപ്പോഴാണ് പുട്ടിയുടെ മനസ്സിൽ ഇത്രയും വർഷങ്ങളായി കെട്ടിക്കിടന്ന വെറുപ്പിനും പിന്നീട് നടന്ന എല്ലാ ദുരന്തങ്ങൾക്കും പിന്നിൽ യഥാർത്ഥ കാരണം ആ ബാല്യകാല അനുഭവങ്ങളാണെന്ന് മിറയ്ക്കും മനസ്സിലാകുന്നത്. അതേസമയം മുൻപ് മിറ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിലേക്ക് ബാന എത്തുന്നു. അവിടെ എൻഡാങ് മിറയെക്കുറിച്ച് ഫാക്ടറിയിൽ ലഭ്യമായ മുഴുവൻ വിവരങ്ങളും അടങ്ങിയ ഒരു ഫയൽ ബാനയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അന്ന് രാത്രി മിറ തൻ്റെ രൂപം മാറ്റി വേഷം ധരിച്ച് ബുഡി ഒരു കസ്റ്റമറിനെ കാണാനെത്തിയിരുന്ന ആ ബാറിലേക്ക് പോകുന്നു. പുട്ടിയുടെ സന്തോഷകരമായ ജീവിതത്തിൽ ബുഡിക്കും പങ്കുണ്ടെന്ന് വിശ്വസിച്ച മിറ തന്നെ ബാധിച്ചിരിക്കുന്ന ശാപം അവനെയും കൊല്ലുമെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം അവനുമായി അടുപ്പം സ്ഥാപിക്കുന്നു. അതിനുശേഷം ആരും അറിയാതെ അവൾ പുട്ടിയുടെ വീട്ടിലേക്ക് കടക്കുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന കുറ്റബോധം അവൾ ഒടുവിൽ സഹോദരിയോട് തുറന്നു പറയുന്നു. ആഗസുമായുള്ള വിവാഹത്തിൽ പുട്ടിയെ കണ്ടപ്പോൾ തനിക്ക് ശരിക്കും സന്തോഷമായിരുന്നുവെന്നും മുമ്പ് മാപ്പ് ചോദിക്കാൻ വന്നപ്പോഴും അത് ആത്മാർത്ഥമായിരുന്നുവെന്നും ഇനി ഇരുവർക്കും മനസ്സമാധാനം മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവൾ പറയുന്നു. നിരാശയോടെ മനുഷ്യർക്ക് മാറാൻ കഴിയുമെന്ന് നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് മിറ ചോദിക്കുന്നു. എന്നാൽ പുട്ടി അവളോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. നീ നശിപ്പിച്ചത് എൻ്റെ സ്വപ്നങ്ങൾ മാത്രമല്ല, എൻ്റെ മനസ്സും കൂടിയാണ്. ഇത്രയധികം വേദന മറ്റുള്ളവർക്ക് നൽകിയ ഒരാൾക്ക് സന്തോഷകരമായ ഒരു അവസാനം അർഹതയില്ല എന്ന് പുട്ടി പറയുന്നു. മിറ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ മൂക്കിൽ നിന്ന് പെട്ടെന്ന് രക്തം ഒഴുകാൻ തുടങ്ങുന്നു. അതോടൊപ്പം
തന്നെ കാണാനാകാത്ത ഒരു ദുരൂഹ ശക്തി വീണ്ടും അവളുടെ ശരീരം കീഴടക്കുന്നു. അതേസമയം ബുഡിയുടെ മുകളിലേക്ക് ആ ഭീകരപ്രേതം പ്രത്യക്ഷപ്പെടുന്നു. ക്രൂരമായി അവനെ വെട്ടിക്കീറി മുറിയുടെ മറുവശത്തേക്ക് ശക്തിയായി വലിച്ചെറിയുന്നു. അല്പനേരത്തിനകം മുറിയുടെ വാതിലിന് അടിയിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകി തുടങ്ങുന്നു. ആ കാഴ്ച കണ്ട പുട്ടി ക്രോധത്തോടെ മിറയുടെ നേരെ ചാടി വീഴുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഇരു സഹോദരിമാരും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നു. അവർ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ബാല്യകാല ഓർമ്മകൾ ഓരോന്നായി തെളിഞ്ഞു വരുന്നു. വർഷങ്ങളോളം മിറ പുട്ടിയെ ഉപദ്രവിച്ചിരുന്നതും ഒരിക്കൽ അവളുടെ കാല് ഓടിച്ചിരുന്നതും വെളിപ്പെടുന്നു. വർഷങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടിയ വെറുപ്പിൽ മുങ്ങിയ പുട്ടി തറയിൽ കിടന്ന ഒരു പൊട്ടിയ ഗ്ലാസ് കഷ്ണം എടുത്ത് മിറയുടെ കാലിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. ബാല്യകാല ഓർമ്മകൾ വീണ്ടും തെളിഞ്ഞു വരുമ്പോൾ ഒരിക്കൽ മിറ പുട്ടിയുടെ മുഖത്ത് മായാത്ത മുറിവുണ്ടാക്കിയിരുന്നുവെന്ന് വെളിപ്പെടുന്നു. ഇപ്പോൾ അതേ വേദനയ്ക്ക് പ്രതികാരമെന്ന പോലെ പുട്ടിയും മിറയെ ആക്രമിക്കുന്നു. എന്നാൽ മിറ തിരിച്ചടിച്ച് പുട്ടിയെ നിലത്തേക്ക് തള്ളിയിടുന്നു. ഇരുവരും തമ്മിലുള്ള പിടിവലിക്കിടെ പൊട്ടിയ ഗ്ലാസിന്റെ ഒരു മൂർച്ചയുള്ള കഷ്ണം അബദ്ധത്തിൽ പൊട്ടിയുടെ കഴുത്തിൽ തറച്ചു കയറുന്നു. മരണവേദനയിൽ കിടന്ന പൊട്ടിയോട് മിറ കണ്ണീരോടെ ഈ ശാപം ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പൊട്ടി ഈ ശാപം ഏൽപ്പിച്ച ആളിന് മാത്രമേ അതിന് പിൻവലിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നു. ശാപം നൽകിയ വാർസോയെ പൊട്ടി നേരത്തെ തന്നെ കൊന്നു കളഞ്ഞിരുന്നു. അതോടെ ആ ശാപം ഇല്ലാതാക്കാൻ കഴിയുന്ന ഏക വ്യക്തിയും എന്നേക്കുമായി ഇല്ലാതായെന്ന് മിറ മനസ്സിലാക്കുന്നു. എല്ലാം അവസാനിച്ചെന്ന തോന്നലിൽ മിറ വീട്ടിലേക്ക് മടങ്ങി സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ അവളെ കാത്തു ബാന നിൽക്കുന്നുണ്ടായിരുന്നു. ശാന്തമായി അവൻ മിറയോട് പറയുന്നു, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. ചിലപ്പോൾ ഒരു തെറ്റ് മാത്രം ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട ഭാരമായി മാറും എന്ന് പറഞ്ഞ് ശേഷം ഇതുവരെ മിറ സ്വയം പോലും ചോദിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു ചോദ്യം ബാന അവളോട് ചോദിക്കുന്നു. കഴിഞ്ഞു പോയ കാലം മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷെ ഒരിക്കലെങ്കിലും നമ്മെ തന്നെ ക്ഷമിക്കാൻ പഠിക്കാൻ കഴിയില്ലേ? അവസാനമായി ആ ഭാരം നിനക്കൊപ്പം എന്നെയും പങ്കുവഹിക്കാൻ അനുവദിക്കുമോ എന്ന് അവൻ ചോദിക്കുന്നു. അതായത് പ്രപ്പോസ് ചെയ്തതാണ്. അത് കേട്ടതോടെ കഴിഞ്ഞതൊക്കെ മറന്ന് മിറ പുതിയൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുന്നു. ബാനയുടെ സ്നേഹം സ്വീകരിച്ച് അവനൊപ്പം പുതിയ തുടക്കം കുറിക്കാൻ അവൾ തയ്യാറാകുന്നു. എന്നാൽ ഒടുവിൽ സന്തോഷകരമായ ജീവിതം ലഭിച്ചുവെന്ന് തോന്നിയ നിമിഷം തന്നെ ആ ശാപം അവസാനമായി ഒരിക്കൽ കൂടി തിരിച്ചെത്തുന്നു. കാണാൻ പറ്റാത്ത ഒരു ദുരൂഹ ശക്തി പെട്ടെന്ന് ബാനയെ മണലിനടിയിലേക്ക് വലിച്ചിഴക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. അവൻ്റെ രക്തം പതിയെ മണലിൽ പടർന്ന് ചുവപ്പാകുമ്പോൾ മറ്റൊരു നിരപരാധിയുടെ ജീവൻ കൂടി ആ ശാപം കവർന്നെടുത്തെന്ന് മിറ തിരിച്ചറിയുന്നു. അങ്ങനെ ആ ഹൃദയഭേദകമായ ആ അവസാന ട്വിസ്റ്റോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.